ചുട്ട മറുപടി കൊടുത്ത ഇന്ത്യൻ നീക്കങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടതോടെ മാധ്യമങ്ങളിൽ നിറയുന്നത് അജിത് ഡോവലിൻ്റെ പേരാണ്. ഇന്ത്യ വേദനിച്ച വേളയിൽ എല്ലാം ശത്രുവിൻ്റെ മടയിൽ കയറി പ്രഹരമേൽപ്പിക്കാൻ സാധിക്കും വിധം തന്ത്രവും കരുത്തും ഒത്തിണങ്ങിയ മുന്നണി പോരാളി. 2005 സർവീസിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ 2014 ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കുകയായിരുന്നു. പിന്നീട് ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷനുകളിലെല്ലാം അജിത് ഡോവലിൻ്റെ കൈകളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും കയറി ഭീകരരുടെ താവളം തകർത്തതിന് പിന്നിലും അജിത് ഡോവൽ തന്നെ. സിവിലിയൻസിന് പ്രയാസം സൃഷ്ടിക്കാതെ പാക് സൈന്യത്തെ തൊടാതെ ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി ആക്രമിക്കാൻ സാധിച്ചത് ഡോവലിൻ്റെ മികവുറ്റ ചടുല നീക്കങ്ങൾ കാരണമാണ്. ഇന്ത്യൻ സുരക്ഷാ ഇടനാഴികളിൽ എപ്പോഴും ആവേശത്തോടെ ചർച്ച ചെയ്യുന്ന പേരാണ് അജിത് ഡോവലിൻ്റേത്. ഇദ്ദേഹത്തിന് ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന ഒരു വിളിപ്പേരും ഉണ്ട്. 1945 ഉത്തരാഖണ്ഡിൽ ജനിച്ച അജിത് ഡോവൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് ഡൽഹി, അജ്മീർ എന്നിവിടങ്ങളിൽ ആയിരുന്നു. 1967 ആഗ്ര സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഡോവൽ തൊട്ടടുത്ത വർഷം കേരള കേഡറിൽ IPS നേടി. മിസോറാമിലും പഞ്ചാബിലും പാകിസ്ഥാനിലും അദ്ദേഹം നടത്തിയ രഹസ്യ നീക്കങ്ങൾ നേരത്തെയും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. IBയിലേക്ക് ഔദ്യോഗിക ജീവിതം മാറിയ അജിത് ഡോവൽ 1972 മുതൽ മിസോറാമിൽ ആയിരുന്നു. ലാൽ ഡെങ്കയുടെ നേതൃത്വത്തിലുള്ള മിസോ വിമതർ പ്രത്യേക രാജ്യം വേണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കിയിരുന്ന കാലമായിരുന്നു അത്. രഹസ്യ ഏജന്റായി 5 വർഷത്തോളം ഐസ്വാളിലായിരുന്നു അജിത് ഡോവൽ. മിസോ വിമതരുടെ ആളായിട്ടാണ് ഇദ്ദേഹത്തെ സൈന്യം പിടികൂടിയത്. പിന്നീടാണ് അദ്ദേഹം നമ്മുടെ ആളാണ് എന്ന് അറിഞ്ഞതെന്ന് പഴയ ഓർമ്മകൾ ചികഞ്ഞെടുക്കവേ ലഫ്റ്റനന്റ് ജനറൽ JFR ജേക്കബ് പറയുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിമത സംഘങ്ങളെ ഒതുക്കുന്നതിൽ അജിത് ഡോവലിൻ്റെ പ്രവർത്തനം ഏറെ സഹായകമായിരുന്നു. പിന്നീട് പഞ്ചാബിലേക്ക് ഖലിസ്ഥാനികളെ തുരത്താൻ നിയോഗിക്കപ്പെട്ടതും അജിത് ഡോവലിനെ തന്നെ. അവിടെ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ റോളിലായിരുന്നു അദ്ദേഹം. സുവർണക്ഷേത്രത്തിൽ നിന്ന് ഖലിസ്ഥാനികളെ തുടച്ചു നീക്കിയ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിൽ അജിത് ഡോവൽ മുഖ്യ പങ്ക് വഹിച്ചു. ISI ഏജന്റാണെന്ന് ധരിപ്പിച്ച് ഖലിസ്ഥാനികളുടെ വിശ്വാസം നേടാനായത് ഡോവലിന് ഒരുപിടി രഹസ്യവിവരം ലഭിക്കാൻ സഹായകമായി. ക്ഷേത്രത്തിനകത്തെ ഖലിസ്ഥാനികളെ നീക്കങ്ങൾ വ്യക്തമായി ചോർത്താൻ ഇതുവഴി സാധിച്ചു. കീർത്തി ചക്ര പുരസ്കാരം നേടിയ ആദ്യ പോലീസ് ഓഫീസറാണ് അജിത് ഡോവൽ. പാകിസ്ഥാനിൽ രഹസ്യ ഏജന്റായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് ലാഹോറിലെ പള്ളിയിൽ വെച്ച് അദ്ദേഹത്തെ ഒരു വൃദ്ധൻ തിരിച്ചറിഞ്ഞ സംഭവവും നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ലാഹോറിൽ വെച്ച് കൃത്രിമ മീശ ഇളകിയപ്പോൾ മറ്റൊരാൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയ സംഭവവും അജിത് ഡോവലിനെ കുറിച്ച് ഉണ്ട്. 1999 കാണ്ഡഹാർ വിമാനത്തിറങ്ങലിന് ശേഷം ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി ചർച്ച നടത്തിയതും അജിത് ഡോവലായിരുന്നു. കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് 5 തീവ്രവാദികൾ റാഞ്ചി കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയത്. ദിവസങ്ങൾ ഇന്ത്യയെ മുൾമുനയിൽ നിർത്തിയ സംഭവമായിരുന്നു അത്. മസൂദ് അസ്ഹർ ഉൾപ്പെടെയുള്ള തീവ്രവാദികളെ വിട്ടുകൊടുത്താണ് അന്ന് ബന്ദികളെ മോചിപ്പിച്ചത്. ബന്ദികളായ ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ സഹായിച്ചെങ്കിലും ഇന്ത്യൻ ജയിലിലുണ്ടായിരുന്ന തീവ്രവാദികളെ വിട്ടേക്കേണ്ടി വന്നതിൽ ഡോവലിന് വലിയ വിഷമം ഉണ്ടായിരുന്നു അത്രേ. 2005 IB ഡയറക്ടറായിട്ടാണ് അജിത് ഡോവൽ വിരമിച്ചത്. മോദി അധികാരത്തിലെത്തിയതോടെ 2014 ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി. കശ്മീരിലെ ഉറി ആക്രമണത്തിന് തിരിച്ചടി പാക് അധീന കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതും പുൽവാമ ആക്രമണത്തിന് മറുപടിയായി ബാലാകോട്ടിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതുമടക്കം നിരവധി സൈനിക നീക്കങ്ങളുടെ പിന്നിൽ അജിത് ഡോവലായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അദ്ദേഹത്തിന്റെ പേര് വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞിരിക്കുകയാണ്. Subscribe to One India and never miss an update.